നമസ്കാരം. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരിലെ NPS വിഭാഗത്തിന്, കോൺട്രിബ്യൂട്ടറി പെൻഷൻ അടയ്ക്കുന്ന വിഭാഗത്തിലുള്ള എല്ലാവർക്കും DCRG വരുന്നു, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചേക്കും എന്ന വിവരമാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ DCRGയെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു. കേന്ദ്രത്തിൽ NPS, കേന്ദ്രത്തിൽ DCRG ഉണ്ട്. എന്നാൽ സംസ്ഥാനത്ത് ഇതുവരെയായി അത് പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത് പ്രഖ്യാപിക്കാതിരുന്നതും ഒരു വലിയ കുഴപ്പമായിട്ട്, കാരണം ഒരുപാട് ആൾക്കാരൊന്നും റിട്ടയർ ആയിട്ടില്ല. NPSലുള്ള വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ റിട്ടയർ ആയിട്ടുള്ളൂ. അവരൊക്കെ ബാക്കി ഭൂരിഭാഗം പേരും റിട്ടയർ ആവാൻ ഇരിക്കുന്നേ ഉള്ളൂ. കാലങ്ങൾക്ക് ശേഷമാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴെങ്കിലും അതിലൊരു തീരുമാനം വരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ സാധാരണഗതിയിൽ കേരള സർക്കാർ ജീവനക്കാരിൽ അത് മാത്രം നമ്മൾ ലിമിറ്റ് ചെയ്ത് പറയാം, കേന്ദ്രത്തിലെ ഇവിടെ പോട്ടെ. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്ക് ലഭിക്കുന്ന ഒരു പ്രധാന ആനുകൂല്യമാണ് ശരിക്കും ഈ DCRG എന്ന് പറയുന്നത്. അതായത് ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റത്തവണ ആനുകൂല്യമാണ്. അതായത് ലംസം പേയ്മെന്റ് എന്നാണ് നമുക്കതിനെ പറയാൻ പറ്റുക. സർവീസിലിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ ഈ തുക കുടുംബത്തിന് ലഭിക്കും. ഇതുവരെയായിട്ട് നമ്മളിപ്പോൾ NPSലുള്ള കേന്ദ്ര ജീവനക്കാർക്ക് മാത്രമേ DCRG അനുവദിച്ചിരുന്നുള്ളൂ. അപ്പോൾ സംസ്ഥാനത്തും അത് വരികയാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം. സാധാരണഗതിയിൽ DCRGക്ക് മിനിമം 5 വർഷം സർവീസ് എന്നാണ് പറയാറ് DCRG കിട്ടണമെങ്കിൽ. എന്നാൽ മരണപ്പെടുന്ന കേസുകളിലൊന്നും തന്നെ അത്തരത്തിൽ പിന്നെ ബാധകമല്ല എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. സാധാ ഈ DCRG കണക്ക് കൂട്ടുന്നത് അവസാനത്തെ ബേസിക് പേ അടിസ്ഥാനമാക്കിയിട്ടാണ്. അവസാനത്തെ ബേസിക് പേ എന്ന് പറയുന്നത് ലാസ്റ്റ് മാസത്തെ ബേസിക് പേ എന്ന് മാത്രമല്ല അർത്ഥം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ചിലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മെയ് 31 റിട്ടയർ ആവുന്ന ഒരാൾ മെയ് 25 ഒരു പ്രൊമോഷനായി, ഗ്രേഡ് വാങ്ങി അല്ലെങ്കിൽ പ്രൊമോഷനായി. അപ്പോൾ മെയ് 25 അവരുടെ ബേസിക് പേ മാറി. ആ ബേസിക് പേ അവസാനത്തെ മാസത്തെ സാലറി ചെറുതായിട്ടേ മാറുള്ളെങ്കിലും ബേസിക് പേ മാറി. അപ്പോൾ ഈ മെയ് 31 അവസാനത്തെ ദിവസത്തെ റേറ്റ് നമുക്ക് എടുക്കാമെന്നാണ്. റേറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനമായി നമ്മൾ വാങ്ങുന്ന, നമുക്ക് പാസ്സാക്കുന്ന ബേസിക് പേയും അതിൻ്റെ DAയും കൂടി കൂട്ടിയ സംഖ്യയാണ് ഇതിൻ്റെ മാനദണ്ഡം. അവസാനത്തെ ബേസിക് പേയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ അവസാന മാസത്തിൻ്റെ, അത് അവസാന മാസത്തിൻ്റെ ആവാം, അവസാന ദിവസത്തിൻ്റെയും ആവാം. ആ റേറ്റും അതിൻ്റെ DAയും കൂട്ടിയ സംഖ്യയെ നമ്മുടെ ആകെ സർവീസ് കൊണ്ട് ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ച് കിട്ടുന്നതാണ് സംഖ്യ. ഇപ്പോൾ 1,00,000 രൂപ ബേസിക് പേ ഉള്ള ഒരാൾ എന്ന് വിചാരിക്കുക, ഞാൻ ഒരു എക്സാമ്പിൾ എളുപ്പത്തിന് പറഞ്ഞതാണ്. അപ്പോൾ 1,00,000 രൂപ ബേസിക് പേ ഉണ്ട് അയാൾക്ക്. അടിസ്ഥാന ശമ്പളം 1,00,000 രൂപയാണ് ലാസ്റ്റ് ദിവസത്തെ. ഇപ്പോൾ ഉള്ള DA എന്ന് പറയുന്നത് 35%. അപ്പോൾ 1,35,000. ഈ 1,35,000 അയാൾക്ക് 30 വർഷം സർവീസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു വർഷത്തെ സർവീസിന് അരമാസത്തെ ശമ്പളം കൊടുക്കുക. ഒരു വർഷത്തെ സർവീസിന് അരമാസത്തെ ശമ്പളം. അങ്ങനെ വരുമ്പോൾ 30 വർഷം സർവീസുള്ള ഒരാൾക്ക് 15 മാസത്തെ ശമ്പളം കിട്ടും. അപ്പോൾ ഈ 1,35,000 ഗുണിക്കണം 15 എന്ന് കിട്ടും. അപ്പോൾ ആ രണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യ 17 ലക്ഷത്തിൽ ലിമിറ്റ് ചെയ്യും. അതാണ് ഇപ്പോഴുള്ള, കഴിഞ്ഞ 2019 പേറൂഷൻ പ്രകാരം ഈ പിന്നെ DCRGയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 17 ലക്ഷമാക്കിയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലാണെങ്കിൽ 17 ലക്ഷം കിട്ടും, അതിൽ കുറവാണെങ്കിൽ കുറവായ സംഖ്യയും കിട്ടും. അപ്പോൾ ഒരു വർഷത്തെ സർവീസിൻ്റെ എണ്ണം അനുസരിച്ചാണ്, വർഷത്തിൻ്റെ എണ്ണം അനുസരിച്ചാണ് ഈ DCRG കൊടുക്കുന്നത്. പരമാവധി DCRGയുടെ വർഷം എന്ന് പറയുന്നത് 33 വർഷമാണ്. 33 വർഷം വരെയുള്ളവർക്ക് പിന്നെ
എന്ത് കൊടുക്കും? ഈ DCRG കൊടുക്കും. അപ്പോൾ അത് 16 ഇരട്ടി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു മാക്സിമം. അതായത് P+DAയുടെ ലാസ്റ്റ് ബേസിക് പേയുടെ ലാസ്റ്റ് ദിവസത്തെ ബേസിക് പേയുടെ 16 പ്ലസ് DA, അതിൻ്റെ DAയുടെയും 16 മടങ്ങാണ് DCRG ആയിട്ട് കൊടുക്കുക. അത് മാക്സിമം കൊടുക്കുക 17 ലക്ഷം വരെയാണ്. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ DCRG വന്നു കഴിഞ്ഞാൽ NPSലുള്ള അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശ്വാസമായിരിക്കും. അതാണ് ഒന്ന് പറയാനുള്ളത്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ഏൺ ലീവ് സറണ്ടർ ധനവകുപ്പ് വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത. ഞാനത് വിശദമായിട്ടൊന്ന് പരിശോധിച്ചു. അപ്പോൾ നമുക്ക് ഈ ഏൺ ലീവ് എന്ന് പറയുന്നത് ആ ഹെഡിങ്, ആ വാർത്ത എല്ലാം ഒരു വളരെ എന്താ പറയണ്ടേ, ഒരു അതിശയോക്തികരമായ ഹെഡിങ്ങുകളാണ് പല വാർത്തകൾക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടത് ഏൺ ലീവ് സറണ്ടർ വെട്ട്, ധനവകുപ്പിൻ്റെ വെട്ട് എന്നൊക്കെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഏൺ ലീവ് എന്ന് പറയുന്നത് ഈ അവധിക്കാലം ഇല്ലാത്ത ജീവനക്കാർക്ക്, അതായത് നോൺ വെക്കേഷൻ സ്റ്റാഫ്. ഇപ്പോൾ അധ്യാപകരൊക്കെ വെക്കേഷൻ സ്റ്റാഫായിട്ടാണ് കണക്കാക്കുന്നത്. അധ്യാപകർ വെക്കേഷനിൽ ജോലി ചെയ്താൽ ആ ദിവസത്തേക്ക് മാത്രം ഏൺ ലീവ് കണക്ക് കൂട്ടുന്ന രീതിയാണ് നിലവിലുള്ളത്. അതല്ലാതെ NGOs മുഴുവനായിട്ട് ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ക്ലർക്കുമാർ, ജൂനിയർ സൂപ്രണ്ടുമാർ അതിന് മേലായിട്ടുള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫ് മുഴുവനും വെക്കേഷൻ സ്റ്റാഫാണ്. അപ്പോൾ വെക്കേഷൻ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ആനുകൂല്യമാണ് ഈ ഏൺ ലീവ് എന്ന് പറയുന്നത്. അതായത് 11 ദിവസം ജോലി ചെയ്താൽ അവർക്ക് ഒരു ഏൺ ലീവ് കിട്ടും. 11 ദിവസത്തിൽ ശനിയും ഞായറും ഹോളിഡേയ്സും ഒക്കെ വരാം. അതടക്കം 11 ദിവസം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം ഏൺ ലീവ് കിട്ടും. അങ്ങനെ പറയുമ്പോൾ 365 ദിവസം ഉള്ള ജോലിക്ക് പോയാൽ ഒരാൾക്ക്, ഒരു ജീവനക്കാരന് 33/1/3 ഏൺ ലീവ് ക്രെഡിറ്റിൽ വരും. എന്നാൽ കാഷ്വൽ ലീവ് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാഷ്വൽ ലീവ് ഒഴികെ ഏത് ലീവ് എടുത്താലും അത്രയും ദിവസം ഏൺ ലീവ് കണക്കാക്കില്ല. ഇപ്പോൾ ഹാഫ് പേ ലീവ് എടുത്തു, കമ്മ്യൂട്ടഡ് ലീവ് എടുത്തു, LW എടുത്തു, മെറ്റേണിറ്റി ലീവ് എടുത്തു, പെറ്റേണിറ്റി ലീവ് എടുത്തു, ഈ ലീവ് ഒക്കെ എടുത്താൽ അത്രയും ദിവസങ്ങൾ ഏൺ ലീവ് കണക്ക് കൂട്ടുന്നതിൽ നിന്ന് കുറയ്ക്കും. എന്ന് പറഞ്ഞാൽ അതർ ദാൻ കാഷ്വൽ ലീവ് ഏതെടുത്താലും ശരി, കാഷ്വൽ ലീവ് ഒഴികെ ഏത് ലീവ് എടുത്താലും ശരി, അത് ഏൺ ലീവിന് പരിഗണിക്കുന്നതല്ല. ഈ ഏൺ ലീവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഏൺ ലീവ് ഇങ്ങനെ ആർജിക്കുന്ന അവധി, അതായത് ആർജിത അവധി എന്നാണ് മലയാളത്തിൽ പറയുക. അങ്ങനെ ഏൺ ചെയ്യുന്ന ലീവ് വേണമെങ്കിൽ നമുക്ക് ലീവായിട്ട് എടുക്കാം. എന്ന് പറഞ്ഞാൽ 30 ദിവസം 33 ദിവസം നമ്മൾ ക്രെഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 33 ദിവസം ലീവാക്കി എടുത്ത് വീട്ടിൽ പോകാം. അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഇനി അങ്ങനെയല്ല, പിന്നെ മാത്രമല്ല, ഏൺ ലീവ് കണക്ക് കൂട്ടാൻ ഒരു വർഷം പൂർണ്ണമാകണമെന്നില്ല. HPL കണക്കാക്കാൻ എപ്പോഴും നമ്മൾ ജോയിൻ ചെയ്ത തീയതി മുതൽ ഒരു വർഷം പൂർണ്ണമാകണം. ഏൺ ലീവ് കണക്ക് കൂട്ടാൻ അത്തരത്തിൽ പൂർണ്ണമാകണമെന്നില്ല. 100 ദിവസം ജോലി ചെയ്താൽ അത് 100 ദിവസത്തേക്ക് വേണ്ടി ഏൺ ലീവ് നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ. ഇനി ലീവായിട്ട് എടുക്കുന്നില്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വിറ്റ് പണമാക്കി മാറ്റാം. അതാണ് ഏൺ ലീവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നമ്മളിങ്ങനെ ഏൺ ചെയ്യുന്ന 11 ദിവസത്തേക്ക് ഒന്ന് വെച്ച് ഏൺ ചെയ്യുന്ന ലീവ് നമുക്ക് വിറ്റ് പണമാക്കാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. അങ്ങനെ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ വരെ, ഇപ്പം വരെ നമുക്ക് 30 ദിവസം വരെ ഒരു സാമ്പത്തിക വർഷം ഏൺ ലീവ് സറണ്ടർ ചെയ്യാമെന്നായിരുന്നു വ്യവസ്ഥ. 30 ദിവസം വരെ മാക്സിമം. ബാക്കി 3/1/3 അവിടെ ക്രെഡിറ്റിൽ കിടക്കും. 20 ദിവസം വേണ്ടവർക്ക് 20 ദിവസം സറണ്ടർ ചെയ്യാം. സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിറ്റ് പണമാക്കുക എന്നാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് വരുന്നത്. ഏൺ ലീവ് സറണ്ടർ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീവ് വിറ്റ് പണമാക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 12 മാസത്തെ ശമ്പളത്തിന് പകരം 13 മാസത്തെ ശമ്പളം കിട്ടും എന്നതാണ് സത്യം. ഇത്തരത്തിലുള്ള വെക്കേഷൻ ഇല്ലാത്ത ജീവനക്കാർക്ക്, നോൺ വെക്കേഷൻ ആയിട്ടുള്ള ജീവനക്കാർക്ക് യഥാർത്ഥത്തിൽ ഈ ഏൺ ലീവ് സറണ്ടർ കൂടി വരുമ്പോൾ 13 മാസത്തെ ശമ്പളം ഉണ്ടാകും. 33/1/3 ഒരു വർഷം ഏൺ ചെയ്യുന്നുണ്ട്. അതിൽ 30 വർഷം സറണ്ടർ ചെയ്യാമെന്ന് പറഞ്ഞാൽ 30 ദിവസത്തെ ശമ്പളം കിട്ടുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ
ഒരു മാസത്തെ അധികം ശമ്പളം കിട്ടുന്നു, 13 മാസത്തെ ശമ്പളം കിട്ടുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലം വരെ അതിന് കുറേ ഈ എല്ലാ ഗവൺമെന്റുകളുടെ കാലത്തും ഈ ഏൺ ലീവ് സറണ്ടറിന്റെ മേലെ പലവിധ നിയന്ത്രണങ്ങളും വന്നിട്ടുണ്ട്. ഒരു കാലത്ത് ഇത് 15 ദിവസമേ മാക്സിമം ചെയ്യാമായിരുന്നുള്ളൂ. ഇങ്ങനെ 15 ചെയ്തൊക്കെ കഴിഞ്ഞാൽ ബാക്കി കിടക്കുന്നത് അവിടെ ഏൺ ലീവ് അവിടെ സർവീസ് ബുക്കിൽ ക്രെഡിറ്റിലായിട്ട് കിടക്കും. അങ്ങനെ നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ 300 ദിവസം വരെ ഒറ്റയടിക്ക് നമുക്ക് പിന്നെ വിറ്റ് പണമാക്കാം. അതിനാണ് നമ്മൾ ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. റിട്ടയർമെന്റിന് ശേഷം നമ്മുടെ ക്രെഡിറ്റിലുള്ള ഏൺ ലീവ് പരമാവധി 300 ദിവസം വരെ സറണ്ടർ ചെയ്യാം, വിറ്റ് പണമാക്കാം. അപ്പം 300 ദിവസത്തെ സാലറി നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ 10 മാസത്തെ സാലറി ഒരുമിച്ച് മേടിക്കാം. എപ്പോഴുള്ള റേറ്റ് വെച്ച്? റിട്ടയർ ചെയ്യുമ്പോൾ ഉള്ള റേറ്റ് വെച്ചിട്ട് നമുക്ക് മേടിക്കാം. അതിനാണ് നമ്മൾ ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. ആ ടെർമിനൽ സറണ്ടറിൽ ഒരു കാലത്ത് ഒരു ഗവൺമെന്റുകളും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നില്ല, ഇപ്പോഴും ഇല്ല. എന്നാൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ചില വർഷങ്ങളിൽ 15 ഏൺ ലീവ് സറണ്ടർ ചെയ്യാൻ പെർമിഷൻ തന്ന കൊല്ലമുണ്ട്, 30 ചെയ്യാൻ കാരണമുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ചെയ്തിരിക്കുന്നത് ഒരു കൺട്രോൾ, ഇപ്പോൾ അത് കഴിഞ്ഞ ഗവൺമെന്റുകളുടെ കാലത്ത് ആണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന് മാത്രം പണമായിട്ട് കൊടുക്കും ഏൺ ലീവ്. മറ്റു അതിൻ്റെ മുകളിലുള്ള എല്ലാത്തരം ജീവനക്കാർക്കും അവരുടെ ഏൺ ലീവ് സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ PF മർജ് ചെയ്യും. അതൊരു നിയന്ത്രണമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ, അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് LGSന് OMRക്ക് മാത്രം ക്യാഷ് ആയിട്ട് കൊടുക്കും, ബാക്കി എല്ലാവർക്കും PF മർജ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ മുമ്പ് ഇത് ഒരു 2000, എനിക്ക് കൃത്യം ഡേറ്റ് ഓർമ്മയില്ല, 2020 കാലഘട്ടത്തിനൊക്കെ മുമ്പ് വരെ ഇത് എല്ലാവർക്കും പണമായിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിയന്ത്രണം ഓരോ ഗവൺമെന്റുകളുടെ കാലത്തും ചില നിയന്ത്രണങ്ങൾ ഇതിൽ വരാറുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, ഉണ്ട്, ഇപ്പോഴും അതുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഈ ഏൺ ലീവിന്റെ കാര്യം വരുമ്പോൾ പല ഗവൺമെന്റുകളും, എല്ലാ ഗവൺമെന്റുകളും തന്നെ പല വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് ആ നിയന്ത്രണം റിലീസ് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് പറയും ഈ ഒരു മാസം ഇന്ന ഡേറ്റ് വരെ ഏൺ ലീവ് സറണ്ടർ ചെയ്യാം. ആ സറണ്ടർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള വ്യവസ്ഥ എങ്ങനെയാണ്? OMRക്ക് മാത്രം ക്യാഷ്, ബാക്കി എല്ലാവർക്കും PF മർജിങ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ സംഭവം എന്താ? ഈ ധനവകുപ്പ് വെട്ട് എന്ന് പറയുന്ന ആ വാർത്തയുടെ അടിസ്ഥാനത്തിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഒരു കാലത്ത് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതായത് 2026 മെയ് 31 വരെ എല്ലാവർക്കും ക്രെഡിറ്റിലുള്ള ഏൺ ലീവ് സറണ്ടർ ചെയ്യാം. അപ്പോൾ ആ ഉത്തരവിൽ എങ്ങനെയാണ്? ലാസ്റ്റ് ഗ്രേഡിന് മാത്രം ക്യാഷ് ആയിട്ടും ബാക്കി എല്ലാ ജീവനക്കാർക്കും PF മെർജ് ചെയ്യുകയുമാണ് വേണ്ടത്. അപ്പോൾ ആ ഉത്തരവിൻ്റെ ഒരു പ്രാബല്യം എന്ന് പറയുന്നത് മെയ് 31 വരെയായി. എന്നാൽ അതിന് ശേഷവും ജീവനക്കാർ ഇത് ഏൺ ലീവ് സറണ്ടർ ചെയ്തത് ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഉത്തരവിറക്കി, ഇനി ഒരു ഉത്തരവ് വന്നാൽ മാത്രമേ ഏൺ ലീവ് സറണ്ടർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ആ നിയന്ത്രണം ചിലപ്പോൾ അടുത്ത മാസം റിലീസ് ചെയ്യും, അല്ലെങ്കിൽ 2-3 മാസം കഴിഞ്ഞ് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ 4-5-6 മാസം കഴിഞ്ഞായിരിക്കും റിലീസ് ചെയ്യുക. അതാണ് അതിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് ഒരു കാലഘട്ടത്തിൽ ഒരു ഉത്തരവോ ഒരു നിയന്ത്രണമോ ഇതിൻ്റെ മേലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏൺ ലീവ് ആയി കഴിഞ്ഞാൽ വേണ്ടവർക്ക് സറണ്ടർ ചെയ്യാം, അതായിരുന്നു. അതിനുശേഷം ഉത്തരവുകൾ വന്നു. ഈ മെയ് 31 വരെ പിന്നെ കൊടുക്കാമെന്ന് പറയാൻ ഉത്തരവിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ എല്ലാത്തിലും നിയന്ത്രണങ്ങൾ ഇടക്കാലങ്ങളിൽ വന്നുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് നോക്കിയിട്ട് എനിക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നിയില്ല എന്നൊരു സത്യമാണ്. വലിയ കാര്യമായിട്ട് തോന്നിയില്ല. കാരണം എല്ലാ ഗവൺമെൻറ്റുകളും, അത് ഈ ഒരു ഗവൺമെൻറ്റും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ ഗവൺമെൻറ്റുകളും തന്നെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ പല കാലത്തും, ഇപ്പോൾ AK ആൻ്റണിയുടെ കാലം മുതലാണെങ്കിൽ തന്നെയും പല നിയന്ത്രണങ്ങളും പല രീതിയിലും വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ധനവകുപ്പ് വെട്ടി എന്ന് പറയുമ്പോൾ ഏൺ ലീവ് നിരോധിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഏൺ ലീവ് സറണ്ടർ ചെയ്യുന്നത് നിരോധിക്കുകയല്ല ചെയ്തത്. ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ ഏൺ ലീവ് സറണ്ടർ ചെയ്യണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ പെട്ടെന്ന് തന്നെ, വലിയ താമസമില്ലാതെ തന്നെ, ഇപ്പോൾ തുടക്കം ആയതുകൊണ്ടായിരിക്കാം, ഒരു ഉത്തരവൊക്കെ റിലീസാവും. ഏൺ ലീവ് ഈ പറഞ്ഞ മാതിരി വീണ്ടും വരാം. എന്ത് തന്നെയായാലും ഇനി പിന്നെ ഇപ്പോൾ ഉള്ള ആ ഒരു ലാസ്റ്റ് ഗ്രേഡിന് മാത്രം ഇൻ ക്യാഷ്, മറ്റുള്ളവർക്കൊക്കെ, അതായത്
മറ്റു വിഭാഗങ്ങളിൽ വരുന്ന ജീവനക്കാർക്കൊക്കെ തന്നെ പി എഫിലേക്ക് വിടണം എന്നുള്ളതിനൊന്നും മാറ്റം വരാൻ ഇനി സാധ്യതയില്ല എന്നതാണ്. അത് പിന്നെ സാമ്പത്തിക സ്ഥിതി, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്തരത്തിലായതുകൊണ്ടായിരിക്കാം അതിന് മാറ്റം വരാൻ സാധ്യതയില്ല. ഓർഡറൊക്കെ റിലീസാവും. ഇതൊരു പിന്നെ പിന്നെ കൃത്യമായി ഒരു എൺ ലീവ് സറണ്ടർ ചെയ്യേണ്ട, ഇനി അത് നിരോധിച്ചു എന്നുള്ള ഉത്തരവൊന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതൊക്കെ ഒരു പിന്നെ ഓരോ ഗവൺമെന്റുകളുടെയും കാഴ്ചപ്പാടുകളുടെയും ഒക്കെ പ്രശ്നമാണ്. എന്തായാലും നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാം. ഈ ഉത്തരവുകളൊക്കെ മാറി എൺ ലീവ് സറണ്ടർ ചെയ്യേണ്ട ഉത്തരവുകൾ വളരെ പെട്ടെന്ന് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നല്ല. വലിയൊരു തലക്കെട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പിന്നെ ധനവകുപ്പിന്റെ വെട്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ ഞാൻ അതൊന്ന് പഠിച്ചതാ. ഞാനതൊന്ന് നോക്കിയത്, ആ ഉത്തരവൊന്ന് പരിശോധിച്ചു. ഞാൻ ആ ഉത്തരവും പരിശോധിച്ചു. അതിന് മുമ്പേ മെയ് 31 വരെ ഏൺ ലീവ് സറണ്ടർ ചെയ്യാം ഇന്ന ഇന്ന കണ്ടീഷനിൽ എന്ന് പറയുന്ന ഉത്തരവും ഞാൻ പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു ഭാഗത്ത് നിന്നിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒരു ഭാഗവും നിൽക്കാതെ പറയണം. അതാണ് ഏറ്റവും ശരി എന്ന് തോന്നിയതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ പറയുന്നത്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.